കാപ്രിക്കോൺ ഞാൻ കാണുന്നത് ഓഗസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ട്രാൻസ്ഫോർമേഷൻസും ചേഞ്ചസ് ഉള്ള മാസമാണ്. പക്ഷേ എന്തോ നിങ്ങളെ ഇപ്പോഴും ബ്ലോക്ക് ചെയ്യാണ്. എന്തോ ഇത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ കണക്ഷനിലാണ്. അപ്പോൾ ഈ ബ്ലോക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മൾക്ക് ഈ തടസ്സം മാറ്റാൻ പറ്റുക, നമ്മൾക്ക് ഇപ്പോൾ അത് റീഡിങ്ങിൽ കാണാം. നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങളുടെ ബ്ലോക്ക്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്, ഈ അഡ്വൈസാണ് ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താണ് മെസ്സേജസ് വരണേ, എന്താണ് ഗൈഡൻസ് ടാരോ തരാൻ പോണേ, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസ് ആണ് ഇത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഒരു നല്ല തുടക്കം കാണാണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണിത്. ഇതൊരു ജോലിയുടെ കാര്യത്തിലാവാം, ബിസിനസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം. പക്ഷേ ഇത് കുറേ അബണ്ടൻസ് കൊണ്ടുവരണ തുടക്കമാണ്. അപ്പോൾ ഓഗസ്റ്റിൽ എന്തോ ഒരു ബ്യൂട്ടിഫുൾ ഓഫർ വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യായിരിക്കും. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് എന്തോ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്തോ ഒരു പ്രോജക്റ്റ് മാതിരി ഒരു ഫീലിംഗ് ആണ് വരണേ. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആവാം, ഇല്ല വെച്ചാൽ ജോലിയിൽ വേറെ ടീമിൻ്റെ കൂടെ എന്തോ നിങ്ങൾ എന്തോ ക്രിയേറ്റ് ചെയ്യണ എനർജി ആവാം. എന്തായാലും ഇത് കുറേ ഒരു സക്സസ്ഫുൾ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ കുറേ സക്സസ് ഉണ്ടാവും. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് റിലേഷൻഷിപ്പ് എനർജിയാണ്. അപ്പോൾ പാസ്റ്റിലും എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആവാം, ഇല്ല വെച്ചാൽ ഒരു റൊമാൻറ്റിക് എനർജി ആവാം. കുറേ റൊമാൻസും ഫ്ലേർട്ടിങ് കാണാണ്ട്. പക്ഷെ നിങ്ങൾക്ക് എവിടെ ഒരു പേടി വന്നു ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകണ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചൊരു ഹെസിറ്റൻസി വന്നു. എന്താ വെച്ചാൽ ഇതൊരു പുതിയ തുടക്കമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പേയും ചില ഡിസപ്പോയിൻറ്റിങ് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലൊരു പേടി, ഇവിടെ ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകണോ വേണ്ടേന്ന് കുറേ പ്രാവശ്യം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തോ പ്ലാൻ ആണ് ചെയ്യണത്. എന്താ വേണ്ടത്, എൻ്റെ റിലേഷൻഷിപ്പ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണോ, ഈ ജോലി അതിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് എനിക്ക് ഫ്യൂച്ചറിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുക. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങളൊരു സിംഗിൾ എനർജിയിലാണ്. പക്ഷേ എവിടെയോ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കണം. നിങ്ങളുടെ ഫ്യൂച്ചർ മാരേജ്, ഫ്യൂച്ചർ ജോലി എങ്ങനെയായിരിക്കും, ഏത് കമ്പനിയാണ്, ഇല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ എനിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടോ, ഇവിടെ ഒരു മാരേജ് ഉണ്ടാവുമോ. ഇവിടെ ചില ബ്ലോക്സ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പ്ലാൻ ചെയ്യണത്. ഇവിടെയും ഞാൻ കാണുന്നത് കറണ്ട് എനർജിയിലും ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ഇമോഷണൽ ആണ്, കുറേ ഒരു ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, എന്തോ ഒരു ഇതറിയില്ല ശരിയാവോ എന്ന്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം? ചാലഞ്ച് നിങ്ങൾക്ക് ഒരു ഏരീസ് എനർജി ആവാം. അതല്ലച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ഒരു ജോലി, പ്രമോഷൻ, റെസ്പോൺസിബിലിറ്റിയുടെ എനർജി കാണാണ്ട് നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പേടി. ഇവിടെ നിങ്ങൾക്ക് ഇത് ജോലിയുടെ കാര്യത്തിലാവാം, ഇല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം. റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പേടി. അതല്ല വെച്ചാൽ ജോലിയിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള പേടി. പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് എടുക്കാൻ പറ്റുമോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ എവിടെയോ സെൽഫ് സാബോട്ടാജിങ് എനർജിയിലാണ് വരണത്. നിങ്ങൾക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങളോട് പാസ്റ്റിൻ്റെ ബാഗേജിനെ റിലീസ് ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ എവിടെയോ അതാണ് തടസ്സം. ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റേബിൾ ബ്യൂട്ടിഫുൾ എനർജിയാണ് കൊണ്ടുവരണത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട്
കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക, ആക്ഷൻ എടുക്കുക, പാഷൻ കൊണ്ടുവരിക നിങ്ങളുടെ കാര്യത്തിൽ. ഞാൻ കാണുന്നത് ഇപ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്, സക്സസ് ആണ് വരാൻ പോണേ. അതിന് വേണ്ടിയിട്ട് റെഡി ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പിന്മാറുകയാണ് ചെയ്യണേ. യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയണേ. സർപ്രൈസ് ഫാക്ടറിലും ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്, സഡൻ ചേഞ്ച്. ഈ സഡൻ ചേഞ്ച് കൊണ്ടുവരണത് ഈ സഡൻ ചേഞ്ച് വരണത് കുറേ ഒരു എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് ആയിരിക്കാം. പക്ഷെ എവിടെയോ നിങ്ങൾ പാസ്റ്റിൻ്റെ ഹാർട്ട് ബ്രേക്കിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. യൂണിവേഴ്സ് എന്തോ ലെറ്റ് ഗോ ചെയ്യാൻ പറയണു. എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അതൊക്കെ പാസ്റ്റിലായിരുന്നു. ഔട്ട്കം നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണ്. ഓക്കെ, പാസ്റ്റ് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ അതിൽ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ വരാൻ പോണ സമയം പാസ്റ്റിൻ്റെ മാതിരി അല്ല. അതുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യാൻ വിടുക. അവരെ കമ്പയർ ചെയ്യരുത്. പാസ്റ്റ് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഫ്യൂച്ചറും ഇങ്ങനെയാവും. അത് ആവണം എന്നില്ല. ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ല സമയമാണ് വരാൻ പോണേ. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. ഇവിടെ മെസ്സേജ് പറയണത് ലെഗസി മേക്കർ. യു ആർ സിറ്റിംഗ് ഇൻ സക്സസ്, നോട്ട് ജസ്റ്റ് വെൽത്ത് ബട്ട് വിസ്ഡം. സ്റ്റെബിലിറ്റി ഫ്ലോസ് ത്രൂ യു. ഷെയർ ജനറസ്ലി, ബിൽഡ് കോൺഷ്യസ്ലി, ടേക്ക് പ്രൈഡ് ഇൻ വാട്ട് യു ഹാവ് കൾട്ടിവേറ്റഡ്. അപ്പോൾ നിങ്ങളൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനാണ് പോണത്. ഓക്കെ, അതിൻ്റെ തുടക്കം ഓഗസ്റ്റിലാണ്. അപ്പോൾ എന്തും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പേടിക്കാണ്ട് മുമ്പോട്ട് പോവുക. ട്രസ്റ്റ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ട്രസ്റ്റ് ചെയ്യുക. അത് യൂണിവേഴ്സ് കൊണ്ടുവരണതെല്ലാം നല്ലതെന്ന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.